എൻ്റെ വീട് ഒരു ഇടതുപക്ഷ കുടുംബമായിരുന്നു. ഇടതുപക്ഷ കുടുംബം എന്ന് പറഞ്ഞാൽ ചെറിയ ഇടതുപക്ഷ കുടുംബമല്ല, വളരെ സജീവമായിട്ട് പൊതുരംഗത്ത് ഇടപെടുന്ന ഇടതുപക്ഷ കുടുംബമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്ന് പൊതുപ്രവർത്തന മനസ്സന്നേ ഉണ്ട്. അപ്പോൾ SFI KSU ഒക്കെയാണുള്ളത്. ഒരു കോൺഗ്രസിനോട് ആശയപരമായുള്ള വിയോജിപ്പ് തുടക്കം മുതൽ തന്നെ ഉള്ളതുകൊണ്ട് ആശയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിരുന്നില്ല. എങ്കിലും ഒരു വിയോജിപ്പ് ഉള്ളതുകൊണ്ട് ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഡിഗ്രി ആദ്യത്തെ വർഷം വരെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിലൊക്കെ തന്നെ അനുഭാവിയും പ്രവർത്തകനൊക്കെ ആയിരുന്നു. കോളേജിൽ മാർവാൻസ് കോളേജിൽ ആദ്യ വർഷവും MG കോളേജിൽ 90-92 പ്രീ ഡിഗ്രി വർഷവും സജീവ SFI ആയിരുന്നു. സ്കൂൾ ലീഡർ ഉൾപ്പെടെ ആയിരുന്നു. പക്ഷേ 92 ഒക്കെ ആയപ്പോഴേക്ക് അയോധ്യ മൂവ്മെൻറ്റ് ശക്തമായി. അപ്പോഴാണ് ഈ മാർക്സിൽ നിന്നും മഹർഷിയിലേക്കെന്നുള്ള ഒരു സ്ലോഗൻ പരമേശ്വർജിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ വിയോജിപ്പായിരുന്നെങ്കിലും ഇത് ഒന്ന് വായിക്കാനും പഠിക്കാനും ശ്രമിച്ചു. അയോധ്യ മൂവ്മെൻറ്റ് എന്നിൽ വലിയ സ്വാധീനം ചെലുത്തി. ആ സമയത്താണ് മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക്. ഇത് ഞാൻ MG കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിത് കാണാൻ പോയി. SFI ആയിരുന്നെങ്കിൽ പോയി. പക്ഷേ ഇത് മനസ്സിൽ വലിയൊരു ചലനം ഉണ്ടാക്കി. അപ്പോഴാണ് കാശ്മീരിനെക്കുറിച്ച്, അയോധ്യയെക്കുറിച്ച്, സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിനുശേഷം ഇങ്ങനെ പോയാൽ സ്വാതന്ത്ര്യം നിലനിർത്താൻ പോലും പറ്റില്ല എന്നുള്ള ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി, ഈ കാശ്മീർ യാത്രയൊക്കെ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ പഠിച്ചു. ആ സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലുണ്ടായ ഒരു മൂല്യശോഷണമുണ്ട്. അങ്ങനെയൊക്കെയാണ് മെല്ലെ. അപ്പോൾ നാട്ടിൽ RSSൻ്റെ പ്രവർത്തകർ അതിൻ്റെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അവർ മെല്ലെ ഞാൻ പോലും അറിയാതെ ശാഖയിലേക്ക് കൊണ്ടുപോയി. കുറച്ചു കാലം സംഘത്തിൻ്റെ ശാഖയിലൊക്കെ പോയി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് വിദ്യാർത്ഥി ആയതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ ABVP വിദ്യാർത്ഥി മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അതിൻ്റെ അടുത്താണ് ഞങ്ങളൊരു ടീം ABVPയുടെ താലൂക്ക് പ്രസിഡൻ്റായിട്ടങ്ങ് തുടങ്ങി. പിന്നെ അതങ്ങ് മെയിൻ പ്രവർത്തനമായിട്ടങ്ങ് മാറി. അങ്ങനെയാണ്.